ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അധികം ആളുകൾക്കും അറിയാവുന്ന ഡ്രാഗൺ ബോൾ സൂപ്പർ എന്ന ആനിമിയുടെ എപ്പിസോഡ് നമ്പർ 1 ആണ്. ഇത് ഒരുപാട് ഫൈറ്റൊക്കെയുള്ള ഒരു ഓവർ പവേർഡ് ആനിമി സീരീസാണ്. ഈ സീസണിന് മുന്നേ ഒരുപാട് വേറെയും സീരീസ് ഉണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ തുടർന്നുള്ള എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് തരേണ്ടതാണ്. ഇതുപോലെയുള്ള അടിപൊളി ആനിമി എക്സ്പ്ലെയിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്യേണ്ടതാണ്. എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഡ്രാഗൺ ബോൾ സിയിൽ ബൂവിനെ ഗോക്കു എല്ലാവരുടെയും എനർജി വെച്ച് ഒരു സ്പിരിറ്റ് ബോംബ് വെച്ച് തകർക്കും. പിന്നീട് 6 മാസം കഴിഞ്ഞ് ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ബൂവിനെ തിരിച്ചു കൊണ്ടുവരും. അവൻ്റെ ഡിസ്ട്രക്ഷൻ മെമ്മറി ഒക്കെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. ബാംഗ്ലൂരുടെ കൂടെ ഒരാൾ അങ്ങനെ പറയും. പിന്നീട് നമ്മുടെ ഗോകുവിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ട്രാക്ടറൊക്കെ വെച്ച് നിലം ഉഴുതു മറിക്കുകയായിരിക്കും. അത് പെട്ടെന്ന് സ്റ്റക്ക് ആവും. ഒരു മരം കുടുങ്ങിയിട്ടുണ്ടാവും. ഗോകു അതിൽ നിന്ന് ഇറങ്ങി അത് പറിച്ച് ചാടും. അപ്പോഴായിരിക്കും ഗോകുവിൻ്റെ മകൻ ഗോട്ടൻ ഫുഡും കൊണ്ടുവരിക. ഗോകു, നീ സ്കൂളിൽ പോയില്ലേ? അവൻ ഇന്ന് ഞായറാഴ്ചയാണ്. ഗോകു, നീ ആ ട്രാക്ടർ ഓടിക്കുമോ? ഞാൻ കഴിക്കുകയാണ്. ഗോട്ടൻ അത് ഓടിക്കുമ്പോൾ ഗോകു അതൊക്കെ മുഴുവൻ തിന്ന് തീർത്ത് സൂപ്പർ സൈയനിൽ മാറി ട്രെയിൻ ചെയ്യും. ഗോട്ടൻ ഗോകുവിനെ നോക്കി ഓടിക്കുമ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് താഴെ വീഴാൻ പോകുമ്പോൾ ഗോകു വന്ന് അത് പിടിച്ച് നിർത്തും. ഗോകു, ഞാൻ ട്രെയിനിങ്ങിലായിരിക്കും ഫോക്കസ് ചെയ്യുക. നീ നല്ലോണം നോക്കി വണ്ടി ഓടിക്കണം. എനിക്ക് നിങ്ങളെയൊക്കെ സേവ് ആക്കണമെങ്കിൽ സ്ട്രോങ്ങർ ആവണം. ഗോകു, ഞാൻ കിങ് കായുടെ പ്ലാനറ്റിൽ കുറച്ചുകൂടെ നല്ലോണം ട്രെയിൻ ചെയ്തോട്ടെ എന്ന് ചീച്ചിയോട് ചോദിച്ചു. പിന്നീട് ചീച്ചി അതിൻ്റെ പേര് പറഞ്ഞ് അവനെ ചീത്ത വിളിക്കും. അങ്ങനെ അവൻ ഓരോന്ന് സംസാരിച്ചിരിക്കും. പിന്നീട് മറ്റൊരു പ്ലാനറ്റ് കാണിക്കും. അവിടെ ഒരാൾ വന്ന്, നിങ്ങൾ ഇത്രയും എന്താക്കുക, വേഗം പണിയെടുക്ക്. അതുകേട്ട് അവർ പേടിച്ച് പണിയെടുക്കും. പിന്നീട് അവരുണ്ടാക്കിയ ഫുഡ് ഒക്കെ ഒരാൾക്ക് കൊടുക്കും. അവൻ അത് ഓരോന്നും മണത്ത് നോക്കും. മറ്റൊരുത്തൻ, ലോർഡ് ബീറസ്, നിങ്ങളുടെ മാനേഴ്സ് നോക്ക്. അവൻ ഒരു സാധനം കഴിക്കും. അവൻ, കുഴപ്പമില്ല, ഇതിൻ്റെ പകുതി ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഒരു വിരൽ കൊണ്ട് ആ പ്ലാനറ്റിൻ്റെ പകുതി ഡിസ്ട്രോയ് ചെയ്യും. നിങ്ങൾ അത് ടേസ്റ്റി ആണെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് അതങ്ങനെ ചെയ്തത്? എനിക്ക് അത് അൺഹെൽത്തി ആണെന്ന് തോന്നി. ഈ ഗാലക്സിയുടെ ഫ്ലേവർ എനിക്ക് അറിയണം. പിന്നീട് ഈ എർത്ത് കാണിക്കും. അവിടെ ഒരാളെ ഇൻ്റർവ്യൂ എടുക്കുകയായിരിക്കും. അയാളുടെ പേരാണ് സേത്തൻ. അവൻ പല ചോദ്യങ്ങളും ചോദിക്കും. അയാൾ എണീച്ച്, എനിക്ക് എല്ലാ സ്റ്റാർസിനെയും കാണുന്നുണ്ട്. എൻ്റെ പവർ എല്ലാവരുടെയും ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കും. അവിടെ ബൂ വന്ന്, എനിക്ക് വിശക്കുന്നു. സേത്തൻ അത് കേട്ട് ഇല്ലാതാവും. മറ്റവർ, ഇതെന്തായിരിക്കും? ബൂ, എനിക്ക് ഫുഡ് വേണം. സേത്തൻ, ഞാനിവിടെ കുറച്ച് ബിസിയാണ്, വെയിറ്റ് ചെയ്യ്. ബൂ, എനിക്ക് വിശക്കുന്നു. അയാൾ ഒരു പ്ലാനറ്റ് രക്ഷിച്ചവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇയാൾ സ്ട്രോങ്ങർ തന്നെയാണോ എന്ന് പറഞ്ഞ് സേത്തനെ നോക്കും. സേത്തൻ, സമാധാനിക്കുക, ഇതൊരു ഏലിയനാണ്, ഇതുവഴി വന്നതാണ് ഒരു വാരിയർ. ഞാൻ ഓരോന്ന് ഇവനെ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് തള്ളിമറിക്കും. അവനാണെങ്കിൽ അത് വിശ്വസിക്കും. സേട്ടൻ, നിൻ്റെ ട്രെയിനിങ് റൂമിൽ പോ, നിനക്കുള്ളത് അവിടെ വരും. ബൂ അതിന് സമ്മതിക്കില്ല. അവസാനം ബൂ അതിന് സമ്മതിച്ച് പോകും. റിപ്പോർട്ടറാണെങ്കിൽ അവനെ പൊക്കി പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നീട് സേട്ടനാണെങ്കിൽ ബൂവിനോട്, എന്നോട് ക്ഷമിക്കണം, നിനക്ക് ഞാൻ ഫുഡ് തരാമെന്ന് പറഞ്ഞ് ഒരു അലമാര തുറക്കുമ്പോൾ കുറേ സാധനം അയാളുടെ ദേഹത്ത് വീഴുമ്പോൾ വിതൽ എന്നെ സഹായിക്കുക എന്ന് പറയും. പിന്നീട് ഗോട്ടനെയും വിതലിനും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്നു വരും. നീ ടെൻഷനൊന്നും ആവേണ്ട, നല്ലോണം പഠിക്കുക എന്ന് ഗോഹാനോട് പറയും. അതാണ് എൻ്റെ ഗിഫ്റ്റ്, നമുക്ക് എന്തെങ്കിലും കഴിച്ച് സംസാരിക്കാം, ബേക്കറിയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പോവും. ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾ നോക്കി ചിരിക്കും. പിന്നീട് ഗോട്ടനാണെങ്കിൽ ബുൾമയുടെ മകൻ്റെ അടുത്ത് വന്ന്, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ട്രങ്ക്സ് ഒന്ന് ആലോചിച്ച്, കിട്ടി. പിന്നീട് ഒരു ഷോപ്പിൽ ഒരച്ഛനും അമ്മയും മോതിരം വാങ്ങാൻ നിൽക്കും. അവിടെ ഗോട്ടനും ട്രങ്ക്സും പറന്നു വരും. അവരെ കണ്ട് അവർ പേടിച്ചു പോവും. അവർ എവിടെയുള്ളത് വേണ്ടെന്ന് പറഞ്ഞു പോവും. അവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കും. അവർ ഒരു സ്ഥലത്ത് വന്ന് വിഷമിച്ചിരിക്കും. ഗോൾഡ് വേണ്ട, ട്രങ്ക്സ് സ്കിൻ ടോണർ വാങ്ങിയാലോ? അതെന്താ? അത് മുഖത്ത് തേച്ചാൽ ബെഡിൽ പോകുന്നത് പോലെയാണ്. ട്രങ്ക്സിന് എൻ്റെ അമ്മ ഇത് വെതലിന് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിരുന്നു. അവരത് വാങ്ങാൻ പോവും. പക്ഷേ അതിനൊക്കെ വലിയ പൈസയാണ്. അവിടെയുള്ള പെണ്ണിനോട് ദേഷ്യപ്പെടും. എൻ്റെ വില്ലേജിൽ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, അതാണ് ഇതിനേക്കാൾ നല്ലത്. അവരത് കേട്ട്, ആ ഹോട്ട് സ്പ്രിംഗ് എവിടെയാ? അവരെന്നിട്ട് വഴി പറഞ്ഞു കൊടുക്കും. അയാൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പറന്നു പോവും. അവിടെ കുറേ ആളുകൾ ഉള്ളത് കാണും. ട്രങ്ക്സ്, നമുക്ക് മറ്റൊരിടത്ത് പോവാം. അവർ എന്നിട്ട് ഒരു റിവറിൻ്റെ അടുത്തെത്തും. എന്നിട്ട് അതിൽ ആ കുപ്പി നിറയ്ക്കാൻ തുടങ്ങും. അപ്പം ഒരു പാമ്പിനെ കാണിക്കും. പെട്ടെന്ന് ആ പാമ്പ് അവരെ അറ്റാക്ക് ചെയ്യും. അപ്പം ആ ബോട്ടിൽ തെറിച്ച് പോവും. ട്രങ്ക്സ് അത് പിടിക്കും. ട്രങ്ക്സ്, ഇത് വിതലിനുള്ളതാണ്. പാമ്പാണെങ്കിൽ അവരതൊന്നും കേൾക്കില്ല, അത് അവരെ അറ്റാക്ക് ചെയ്യും. ട്രങ്ക്സ് ആ കുപ്പി ഗോട്ടന് കൊടുക്കും. ഗോട്ടൻ ആ പാമ്പിൻ്റെ കയ്യിലാവും. ഗോട്ടൻ അത് ട്രങ്ക്സിന് തന്നെ കൊടുക്കും. പിന്നെ അവർ ഫൈറ്റ് ചെയ്യും. ഗോട്ടൻ
കാമേ ഹാ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുമ്പോൾ ട്രങ്ക്സ് ആ ഹോട്ട് സ്പ്രിങ്ങിലുള്ള ആളുകൾക്ക് ആപത്താണ് എന്ന് പറയും. അവനത് എന്നിട്ട് ഉപയോഗിക്കില്ല. ട്രങ്ക്സ് ആ പാമ്പിനെ അടിച്ചടിച്ചടിച്ച് ഒരു മൂലയ്ക്ക് ഇടും. പാമ്പാണെങ്കിൽ പേടിച്ച് അവിടുന്ന് പോവും. അവർ എന്നിട്ട് വിരലിനെ കാണാൻ പോവും. ഞങ്ങളുടെ വെഡ്ഡിങ് പ്രസൻറ്റ് ആണ് എന്ന് ഗോട്ടൻ പറയും. അപ്പം ഗോഹാൻ അവിടെ വന്ന് അതെന്താ, അത് നിൻ്റെ അനുജൻ്റെ ഗിഫ്റ്റ് ആണ്, അത് സ്കിൻ ടോണറാണ്, ട്രങ്ക്സ് എന്നെ ഹെൽപ്പ് ചെയ്തു, വിരലാണ് മുഖത്ത് പുരട്ടുമ്പോൾ ഇത് സാധാരണ വെള്ളമാണല്ലോ എന്ന് ചിന്തിക്കും അവർ. എന്നിട്ട് ഇത് നല്ലതാ, നന്ദി പറയും. പിന്നീട് ഗോക്കുവും ഗോട്ടനും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും സാറ്റൻ അവിടെ കാറിൽ വരിക. ഗോക്കു നന്ദി, ഒരു വലിയ വീട് ഗോഹാന് പണിയിച്ചതിന്. അത് വേണ്ട, അത് എൻ്റെ മകൾക്ക് ആണ്. നീ ഒരു ന്യൂസ് കേട്ടോ? എനിക്ക് ഒരു അവാർഡ് കിട്ടി, വേൾഡ് പീസ് പ്രൈസ്. എന്തിന്? ഞാൻ ഈ ലോകത്തെ രക്ഷിച്ചതുകൊണ്ട്. അതിൻ്റെ റിവാർഡ് ആണ് 100 മില്യൺ സെനി. ഗോക്കു ഷോക്കാവും. സാറ്റൻ മിണ്ടല്ലേ, എന്നിട്ട് അത് കൊടുക്കും. ഞാൻ ഇത് തരാനാണ് ഇവിടെ വന്നത്. ഗോക്കു അത് വാങ്ങാൻ ആദ്യം തയ്യാറാവില്ല. എങ്കിലും ഗോട്ടൻ അത് വാങ്ങിയാൽ അമ്മ കിങ് കായുടെ പ്ലാനറ്റിൽ ട്രെയിൻ ചെയ്യാൻ വിടുമായിരിക്കും. അങ്ങനെ അവസാനം അത് വാങ്ങും. സാറ്റൻ ഇത് സീക്രട്ട് ആയിരിക്കണമെന്ന് പറയും. പിന്നീട് ചീച്ചി അത് കണ്ട് സന്തോഷിക്കും. ഇത് ഗോട്ടൻ്റെ പഠനത്തിന് എടുക്കാം. ഗോക്കു, ഞാൻ എന്താ കിങ് കായുടെ പ്ലാനറ്റിൽ ട്രെയിൻ ചെയ്യാൻ പോട്ടെ. ഓക്കെ, പക്ഷേ നീ വീട്ടിൽ വരണം. ഗോക്കു ആണെങ്കിൽ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവും. അപ്പോഴായിരിക്കും മാസ്റ്റർ റോഷി അവിടെ വരിക. എന്നിട്ട് ഗോക്കു സത്യമാണോ? നിനക്ക് 100 മില്യൺ സെനി കിട്ടിയോ? നമുക്ക് ഗേൾസിന് പാർട്ടി പോകണം. അത് എന്നിട്ട് കുറച്ച് തരാമോ? ചീച്ചി ആണെങ്കിൽ റോഷി ചവിട്ടി അവിടെ നിന്ന് പുറത്താക്കും. പിന്നീട് സുപ്രീം കായുടെ പ്ലാനറ്റിൽ നിന്ന് ഒരു നക്ഷത്രം കൂടി ഡിസപ്പിയർ ആണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതോടെ എപ്പിസോഡ് 1 എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണമെന്നാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.